ഗൈസ് നമ്മളിപ്പോൾ മീറ്റ് ചെയ്യാൻ പോകുന്നത് ഈപ്പച്ചനെയാണ്. പ്ലാന്റർ കുലശേഖരപ്പേട്ട് തോട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ ഈപ്പച്ചൻ എന്ന് പറയുന്ന മനുഷ്യൻ നമ്മളൊന്ന് പരിചയപ്പെട്ടിരിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നു നെടുമ്പ്രായർ ഞാൻ സ്കൂട്ടർ എടുത്തുകൊണ്ട് ഇറങ്ങിയത്. അതാകുമ്പോൾ പാർക്കിങ്ങിനൊക്കെ സൗകര്യമുണ്ടല്ലോ. ഇങ്ങനെയൊക്കെയാണ് ഇതുണ്ടല്ലോ. രാവിലെ കടിയുണ്ടല്ലോ ഇപ്പം. കാപ്പി വേണ്ടേ? പക്ഷേ എനിക്ക് കട്ടൻ മധുരമില്ല, ഹെൽത്തി വേർഷൻ. അങ്ങനെ ഈപ്പച്ചനോട് ഞാൻ പറഞ്ഞു ഒരു കട്ടൻ അടിക്കാൻ ഇവിടെ പോകുന്നത്. അങ്ങനെ ഈപ്പച്ചൻ എന്നെ ഇവിടെ കൊണ്ടുവന്നു. നല്ല വൈബ് സ്ഥലം, റോഡ് സൈഡിൽ ഇവിടെ ഒരു കട്ടൻ കട. ഒരു കട്ടനൊക്കെ വാങ്ങി സെറ്റാക്കി ഈപ്പച്ചൻ വരുന്നുണ്ട്. ഈപ്പച്ചനെ പരിചയപ്പെട്ടിരിക്കേണ്ട ഒരു വ്യക്തിത്വമാണ്. ഇതാണ് നമ്മുടെ എല്ലാ ഈപ്പച്ചൻ. പ്ലാന്ററാണ്. കുലശേഖരപേട്ടയിൽ 100 ഏക്കർ. കുലശേഖര പേട്ടയല്ലേ? കുലശേഖര അത് തമിഴ്നാടല്ലേ? അവിടെ പ്ലാന്ററാണ്. അവിടെ തോട്ടമുണ്ട്. എന്താ ഗ്രാമ്പു അല്ലേ? ഗ്രാമ്പു. പക്ഷെ എനിക്കിതുവരെ ഗ്രാമ്പു തന്നിട്ടില്ല ഈപ്പച്ചൻ. തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലോസ്. അപ്പോൾ അങ്ങനെ ഗ്രാമ്പു, അങ്ങനത്തെ പ്ലാന്റർ, അങ്ങനത്തെ ബിസിനസ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അതുണ്ടെങ്കിൽ ഈപ്പച്ചനുമായിട്ട് ബന്ധപ്പെടാം. ഈപ്പച്ചൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അല്ലേ വെച്ചാ? ഈപ്പച്ചൻ്റെ നമ്പർ ഓർത്തിരിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ലാസ്റ്റ് 3636. അത് ഈപ്പച്ചന് മുഖ്യമന്ത്രിക്ക് മാത്രമേ ഉള്ളൂ ആ ലെവലിലുള്ള നമ്പറുകൾ. മുഖ്യമന്ത്രി 56. ഈപ്പച്ചൻ്റെ 3636. ഇപ്പം ഒച്ചുകൂടെ വെയിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ തിരുവനന്തപുരങ്ങളിലെ വിളിച്ച് ചെയ്യിപ്പിക്കാം. ലോക്കൽ ലൈഫ് എക്സ്പീരിയൻസിങ് കണ്ടില്ലേ? ഒരു പ്ലാന്റർ ഇവിടെ ഇരുന്ന് ഫോൺ ചെയ്തു. ഇവരെ കൊണ്ട് ഇന്ന് എന്തായാലും ഏതെങ്കിലും ഒരു മന്ത്രിയെ വിളിപ്പിച്ചിട്ടേ ഇത് പോകത്തുള്ളൂ. ഞാനിപ്പോൾ തന്നെ ഫോണൊന്ന് ഫോക്കസ് ചെയ്യുക. കാരണം എന്താണെന്നറിയാം, തിരുവനന്തപുരങ്ങളുടെയാണ്. ഇവരുടെ അഡ്വർടൈസ് നമ്പർ കാണിക്കണ്ട, ജസ്റ്റ് ഒന്ന് പേരൊന്ന് കാണിക്കുക. കാരണം അല്ലെങ്കിൽ ആളുകൾ അടൂർപ്രകാശ് തിരുവനന്തപുരം ചുമ്മാ ഒന്ന് കാണട്ടെ. അത് എനിക്കറിയാം, പക്ഷെ നമ്മുടെ ഫ്രണ്ട്സിനെ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കത്തില്ല. അതാണ് അമ്പടിച്ചേട്ടാ ഈപ്പനാ മലയിലെ നാരങ്ങളും ഇപ്പോൾ വന്ന് തരാമോ? വേറെ തന്നെ വൈബ് പറയും. നാരങ്ങ വെള്ളമൊക്കെ വിളിച്ച് ചോദിക്കും. കട അടച്ചിട്ടേക്കായിരുന്നു, പക്ഷെ ഈപ്പച്ചൻ വിളിച്ചോണ്ട് അവിടെ കട തുറന്നു. അതാണ് വൈബ്. ഈപ്പച്ചൻ്റെ കോണ്ടാക്ട് മറ്റേ ഇത് അഡ്വർടൈസ് നമ്പർ ഒരു നമ്പർ ലാൻഡ് ഫോണും എല്ലാം ഏതെങ്കിലും ഭാര്യയുടെ നമ്പർ ഇത് അടൂര് നടിച്ചപ്പോഴത്തന്നെ ഒരു ലോഡ് അടൂരായിരുന്നു. ഗ്രാൻഡ്മാരുടെ അടൂരില്ലേ? 100 പൈസ വരാം അമ്മച്ചി. അടൂർ പ്രകാശ് ഡൽഹി ഇൻസ്റ്റ, അടൂർ പ്രകാശ് ജിയോ. എൻ്റെ മോൻ അടൂർ പ്രകാശിൻ്റെ ആ ഫാമിലിയുള്ള എല്ലാവരുടെയും നമ്പർ ഈപ്പച്ചൻ്റെ ഉണ്ട്. ഇനി തിരുവനന്തപുരം ഇപ്പൊ വിളിക്കാറ് ഈപ്പച്ചൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ രാവിലെ ഒരു നാരങ്ങയുള്ള ഒരു കാപ്പി, അതൊക്കെ വൈബ് സ്ഥലങ്ങൾ ഈപ്പച്ചൻ കണ്ടുപിടിച്ചു തരും. ഇത് പ്രശസ്തമായ നമ്മുടെ നാരങ്ങവെള്ളം കിട്ടുന്ന സ്ഥലം അമ്പിളിച്ചൻ്റെ കടയില്ലേ? അമ്പിളിച്ചൻ ഇവിടുത്തെ ഏറ്റവും ഫേമസ് നാരങ്ങവെള്ളമാണ്. ബെസ്റ്റ് നെടുമ്പ്രായർ, കോഴഞ്ചേരി, പിന്നെ ഇവിടെ ചെറുപ്പുഴ, അതെല്ലാം നമ്മുടെ റേറ്റ് വരും. ഈപ്പച്ചനെന്ന് പറയുമ്പോൾ സ്പെഷ്യലായിരിക്കും ഇത് അറിയാനുള്ളത്. കലാമണി ഉദ്ഘാടനം എന്താ ചെയ്ത് വെയിറ്റിംഗ് ഇപ്പച്ചൻ സേട്ട് വലിക്കാൻ പോവാ. ഇപ്പച്ചൻ്റെ സേട്ട് വലി ഭയങ്കര ഫേമസാണ്. മറ്റേ വിളിച്ച ഇപ്പച്ചൻ ലാസ്റ്റത്തെ പഞ്ഞിയെന്ന് 50 പുക എടുത്തിട്ടുണ്ട്.
നമ്മൾ ഈപ്പച്ചനെ കണ്ട് പിരിഞ്ഞു. ഈപ്പച്ചനായിട്ട് നമുക്ക് ഇച്ചിലൂടെ ടോക്ക് ചെയ്യാനുണ്ട്. ഈപ്പച്ചനെ കൊണ്ട് നമുക്ക് പറ്റുവാണെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രിമാരെ വിളിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഇപ്പം നിയമസഭ നടക്കുന്നതുകൊണ്ട് അടൂർ പ്രകാശിനെ വിളിക്കാനൊക്കത്തില്ലെന്ന് ഈപ്പച്ചൻ പറഞ്ഞു. ഈപ്പച്ചൻ്റെയൊക്കെ ക്ലോസ് ആണ് ആൾ, ഭയങ്കര സെറ്റപ്പാണ്, നമ്മൾ കാണുന്നൂട്ടൊന്നുമല്ല. ഇനി ലൂക്കായെ പോക്കാം. ലൂക്ക വാ, ഇവിടെ വാ, ഇവിടെ വാടാ. എന്റെ പേടി പേടി. ലൂക്ക വീണ്ടും സ്കൂളിലോട്ട്. ലൂക്ക എന്നാ ഇത് വെച്ചോ, തല നനയ്ക്കണ്ട. എന്നാടാ ഇതൂടെ കൊണ്ടുപോകും, ഇതൂടെ കൊണ്ടുപോടാ. ചോറൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. എന്നാ ബാഗ്, ചോറ്, പപ്പടം, പിന്നെന്താ ഉള്ളത്? ചോക്ലേറ്റ് ഉണ്ടോ? ചോക്ലേറ്റ് ഫുള്ള് കഴിക്കണേ, എല്ലാം കഴിക്കുമോ? അങ്ങനെ അപ്പം, ഡക്കേറി, ഫിഷ് ഫ്രൈ. ഫിഷ് ഫ്രൈ എന്ന് പറയുമ്പോൾ ഇതാണ് കേസ് മത്തി. മത്തി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വെറുതെ അങ്ങ് കടിച്ച് തിന്നണം, അതാണ് അതിൻ്റെ വൈബ്. ഇതെന്ത് ഫിഷാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. ഞാൻ ഉണ്ടാക്കിയതായതുകൊണ്ട് പറയാമല്ലോ കേസ്, വേറെ തന്നെ വൈബാണ്. അപ്പോൾ ഇത് കഴിക്കട്ടെ. കാരണം എനിക്ക് ഫുഡ് വ്ലോഗ് ചെയ്യാൻ അറിയത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആക്രാന്തം കൊണ്ട് നമ്മൾ തിന്നുകൊണ്ടിരിക്കും. അപ്പം കഴിച്ച് കഴിഞ്ഞ് കാണും. എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചോ നീ? കമോൺ ത്രോ. കേസ് നമ്മളിവിടെ തോട്ടിൽ വെള്ളം വന്നിട്ടുണ്ടെന്നൊരു ചെറിയ റിപ്പോർട്ടുണ്ട്. അപ്പോൾ വെള്ളം ഓൾറെഡി ഉണ്ട്, പക്ഷേ എങ്കിൽ ഇപ്പോൾ ഇച്ചിരി വെള്ളം കൂടിയിട്ടുണ്ടെന്നൊരു റിപ്പോർട്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാമെന്ന് വെച്ചു. ഞാൻ തോട്ടിൽ വെള്ളമുണ്ടോ നല്ലോണോ? നീ ഇങ്ങനെ കേട്ടോ? ലൂക്ക നീ വരുന്നേ വാ. ലൂക്കായും വരുന്നുണ്ട് കേസ്. ഇത് ലൂക്കായ്ക്ക് കളിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ സ്വിങ്ങാണ്. ലൂക്ക ഊഞ്ഞാൽ ആടുന്നോ നീ ഇപ്പോൾ? എന്നാ വാ വാ വാ, പെട്ടെന്ന് വാ, ഓടി വാ, ഓടി ഓടി ചാടി നിൽക്കേ. ഒന്നാമത് പന്നിയും ആനയൊക്കെ ഇറങ്ങുന്ന സമയമാണ്. നേരെ പോ, നേരെ പോ, പോട്ടെ പോട്ടെ പോട്ടെ. കേസ് അപ്പോൾ നമ്മൾ തോട്ടിൽ വെള്ളം ഉണ്ടോ എന്ന് നോക്കാൻ പോവുകയാണ്. നമ്മുടെ മറ്റേ വൈറൽ ബോയ്സ് ചെയ്യുന്നോട്ട് കനാലിലെ വെള്ളം എന്ന് പറയുന്നോട്ട് തോട്ടിലെ വെള്ളം. ലൂക്ക നീ ചാടല്ലേ ഇപ്പോൾ കേട്ടോ, എടുത്ത് ചാടല്ലേ. തേനയുണ്ടോ വെള്ളം? മീനുണ്ടോ? ഓ ഗായ്സ്, വെള്ളമുണ്ട് ഗായ്സ്, ചാടി ഇറങ്ങിയാലോ. നല്ലോണം വെള്ളമുണ്ട് ഇവിടെ. അത്യാവശ്യം നല്ല മീനൊക്കെ ഉള്ളൊരു തോടാണ്. ഇപ്പം അത് ആരും ഇറങ്ങാറില്ല, അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ഇത് അറിയാനുണ്ട്. പക്ഷെ ഇന്ന് ഇത്ര വെള്ളം കൂടാനുള്ള കാരണം എന്താണ്? ഇന്ന് ഞങ്ങളുടെ ഇവിടെ ഒരു പാലമ്പടിയുണ്ട്. അപ്പൊ അത് വെള്ളം വരാതിരിക്കാൻ വേണ്ടി ഡാം തുറന്നു വിട്ടാണ്. ഇത്രയും വെള്ളമൊന്നും ഇല്ല, ഇതിപ്പോ ഒരു നല്ല ആഴമുണ്ട് ഇവിടെ. അല്ല സാധാരണ ഇവിടെ ഇത്രയും വെള്ളം ഉണ്ടാകുന്നതല്ല. ഇത് അത്രയും വെള്ളം ഇല്ല. ലൂക്ക നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തോ ഫിഷ് ഉണ്ടോ ഇതിനകത്ത്? ഇല്ല. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മളിനിയും തോട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇനിയും ഗൈസ് അങ്ങനെ തോട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ നമ്മുടെ ഔട്ട് ഹൗസ് കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. ഇവിടെ അമ്മ അരിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അരി, ഫിഷ്. ഇനി 15 ദിവസം ഇല്ല, 1-2 ദിവസമല്ലേ ഉള്ളൂ. മാക്സിമം ഫിഷ് കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ ഫോക്കസ്. എവിടെയും ഇനി അളിഞ്ഞ് വീഴണം, മുമ്പേ വീണതേ ഉള്ളൂ ഗൈസ്. ഇത് എൻ്റെ 3ാമത്തെ ഡ്രസ്സാണ് ഇന്ന്. രാവിലെ തൊട്ട് വള്ളി. ഇന്നത്തെ വർക്കൗട്ടിൻ്റെ ഭാഗമായി നമ്മൾ തേങ്ങ പൊതിക്കാൻ പോവുകയാണ്. ഈ തേങ്ങ ഇങ്ങനെ കുത്തുക. ആഹാ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ സിസ്റ്റം ഓഫ് തേങ്ങ പൊതി. ഇപ്പം മെഷീനൊക്കെ ആയി ഗൈസ്. യെസ്, നീ കാണും നിന്റെ തല ഇതിലിട്ട് പൊതിക്കുന്നു. യെസ് ഗൈസ്, യെസ് ഗൈസ്, സെറ്റ് സക്സസ്, മിഷൻ സക്സസ് ഗൈസ്. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ തേങ്ങ ഒക്കെ പൊതിച്ചു. ഇതൊന്ന് സെറ്റാക്കട്ടെ ഗൈസ്.
നമുക്ക് ഈ ഒരു പണി ചെയ്ത് നമ്മൾ ഫുള്ളി ക്ലിയർ ആക്കണം. ഇനി ഇവിടെ വന്ന് ക്ലിയർ ചെയ്യണം. യെസ് ഗൈസ്, അങ്ങനെ തേങ്ങ പൊതിച്ചിരിക്കുകയാണ്. ലൂക്ക ഇവിടെ ഉള്ളത് ഞങ്ങൾക്ക് വലിയ സഹായമാണ്. കണ്ടില്ലേ, ഭയങ്കര ഹെൽപ്പായവൻ. രണ്ടാളുടെ പണി ഇവൻ ഒറ്റയ്ക്ക് എടുക്കും. ഇന്നത്തെ കാലത്ത് പിള്ളേർ കഞ്ചാവും MDMA ഒക്കെ വലിച്ച് കണക്കിപ്പോൾ കണ്ടില്ലേ എന്തുമാത്രം പണിയാണ് ഇവൻ ചെയ്യുന്നു. ഇവനൊരു പണി ചെയ്ത് കഴിഞ്ഞാൽ 10 പേർക്ക് വേറെ പണി ഉണ്ടാക്കുക. വരൂ ലൂക്ക, ചേട്ടാ ചെരുപ്പ വല്ല ഇട്ടോണ്ട് നടക്കുക. അടുത്ത വള്ളി ഒപ്പിക്കാൻ പോകും. അങ്ങനെ ഗൈസ് നല്ല ചൂടാണ്. ചൂടിന് ഞാനിത് അവിടുന്ന് വന്നപ്പോഴേ തീരുമാനിച്ചത് ഇതിലൊരെണ്ണം മേടിക്കണമെന്ന്. കുമ്പായ കൊമ്പുച്ച കിടിലൻ ഹെൽത്തി ഡ്രിങ്ക് ആണെന്നാണ് പറയുന്നത്. പക്ഷേ സംഭവം കൊള്ളാം. ഇതിനകത്തൊരു സ്പൈസി എന്താ പറയുന്നത്, ഒരു വേറെ ലെവൽ ടേസ്റ്റാണ്. ഇതിനകത്തൊരു ചില്ലി ഉണ്ട് ഗൈസ്. ഈ ഫ്ലേവർ തന്നെ നോക്കി മേടിക്കണം. അപ്പോൾ ഇത് നമുക്ക് ഈ ചൂടത്തെ ഒരെണ്ണം കുടിച്ച് ഞാൻ കാണിക്കാം ഗൈസ്. റിഫ്രഷർ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ തന്നെ. ചില്ലി വെളി വന്നു ഗൈസ്, ഒറ്റ പൊട്ടിയിൽ നിന്ന് തെറിച്ച് വന്നു. അത് കഴിഞ്ഞ് ചില്ലി ഈ ഒരു ഫ്ലേവറിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലി ഇതിനകത്തുള്ളതുകൊണ്ട് പൊട്ടിക്കുമ്പോൾ നല്ലോണം തെറിക്കും. ഞാൻ പിന്നെ പയ്യെ പൊട്ടിച്ചാൽ അത്രയും പോകത്തില്ല, പക്ഷേ ഇത് അത്യാവശ്യം പോയി. അപ്പോൾ ആ വീഡിയോ ഒരു ഗുമ്മായിക്കോട്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ പൊട്ടിച്ച് കാണിച്ചു. ചില്ലി ഇതിന് എരിയുന്നില്ല, പക്ഷേ കാന്താരി മുളകിൻ്റെ ആരെന്താ പറയുന്നത്, ഒരു ഫ്ലേവറും എല്ലാം കൂടെ ആകുമ്പോഴത്തേനും വേറെ വൈബ്. പൊളി. അപ്പോൾ ട്രൈ ഇറ്റ് ഗൈസ്.